ഹലോ, ഇന്ന് നമുക്ക് രംഗണ്ണൻ്റെയും പിള്ളേരുടെയും കഥ പറയുന്ന ആവേശം എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ? അതിനു മുമ്പായിട്ട് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. എങ്കിൽ നമുക്ക് സിനിമയുടെ കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ ബാംഗ്ലൂരിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷനായി എത്തുകയാണ് ബിബിനും അജുവും ശാന്തനും. അഡ്മിഷനൊക്കെ എടുക്കവേ ഒരാൾ വന്നിട്ട് കോളേജ് ഹോസ്റ്റൽ ഒന്നിനും കൊള്ളില്ല, വേറൊരു ഹോസ്റ്റലുണ്ട്, അവിടെ പിള്ളേർ സേഫ് ആയിരിക്കുമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോകും. അജുവും ബിബിനും ശാന്തനുമൊക്കെ ഒരു റൂമിലാണ്. ബാംഗ്ലൂർ വന്നിട്ട് ഒരു കുപ്പിയില്ലാതെ എന്താകാനാണ് എന്നൊക്കെ അജു പറയുമ്പോഴാണ് വാർഡൻ കുപ്പിയുമായി എത്തുന്നത്. ആ ഹോസ്റ്റലിലാണെങ്കിലോ പിള്ളേർക്ക് എന്തിനും സ്വാതന്ത്ര്യമുണ്ട്. വീട്ടുകാരെ പറ്റിച്ച് പിള്ളേരെ പിടിക്കാനാണ് കോളേജ് ഹോസ്റ്റൽ കൊള്ളില്ലെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. അങ്ങനെ അവർ കോളേജിൽ ആദ്യ ദിവസം എത്തുകയാണ്. അവിടെ റാഗിങ് കൂടുതലാണ്. സീനിയേഴ്സായ കുട്ടിയും ഗ്യാങ്ങും പിള്ളേരെ ഒരുപാട് ടോർച്ചർ ചെയ്യും. ഈ അജുവിനും ഗ്യാങ്ങിനുമൊന്നും കുട്ടി ആരെന്നറിയത്തേയില്ല. അവരുടെ കൂടെയുള്ള ഒരു പയ്യനെ സീനിയേഴ്സ് റാഗ് ചെയ്യുകയും തല്ലുകയും ചെയ്തു. അതറിഞ്ഞ അജുവാണെങ്കിലോ നമ്മൾ 22 പേരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് പറയും. അടുത്ത ദിവസം അവരെല്ലാം ഗ്യാങ് ആയി കോളേജിലേക്ക് പോകും. അത് സീനിയേഴ്സ് കാണുന്നുണ്ട്. അടുത്ത ദിവസം ഹോസ്റ്റലിൽ വെച്ച് കടയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി വരികയായിരുന്നു ശാന്തൻ. അപ്പോൾ സീനിയേഴ്സിനെ കണ്ടുവെന്നും അവർ പേര് ചോദിച്ചപ്പോൾ ഞാൻ അവരെ എതിർത്ത് സംസാരിച്ച കാര്യവും ശാന്തൻ പറയുകയാണ്. അതേസമയം തന്നെ 2 സീനിയേഴ്സ് വന്ന് ശാന്തനെ കൂട്ടിക്കൊണ്ടു പോകുവാനായി നോക്കുമ്പോഴോ, ചേട്ടാ സീനിയേഴ്സൊക്കെ അങ്ങ് കോളേജിൽ, ഇത് ഹോസ്റ്റലാണെന്ന് അജു പറയുമ്പോഴോ അവർ ബൈക്ക് എടുത്തുകൊണ്ട് പോകും. അപ്പോഴാണ് അവർ അറിയുന്നത് ആ വന്നതൊക്കെ കോളേജിലെ ഗ്യാങ്സ്റ്ററായ കുട്ടിയും ടീമുമാണെന്ന്. കുട്ടിയുടെയും ടീമിന്റെയും ആക്രമണം ഏത് നിമിഷവും ഉണ്ടാകുമെന്ന് അവർക്കറിയാമായിരുന്നു. ആയതിനാൽ ആയുധങ്ങളൊക്കെ റെഡിയാക്കി കാത്തിരിക്കുകയാണ് അജുവും ടീമും ബാക്കിയുള്ള ഫ്രണ്ട്സും എല്ലാം. അപ്പോൾ രാത്രി സമയമായപ്പോൾ കുറെ ബൈക്കിലും കാറിലുമായിട്ട് കുട്ടിയും ഗ്യാങ്ങും ഹോസ്റ്റലിന് മുന്നിലെത്തി. വാർഡനെയൊക്കെ അവർ ഒതുക്കി. എന്നിട്ട് ഹോസ്റ്റലിനുള്ളിൽ കയറി അജുവിനെയും ശാന്തനെയും ബിബിനെയും ഒക്കെ അവർ കൂട്ടിക്കൊണ്ടുപോയി. ഒരുപാട് തല്ലും. കുട്ടി തന്റെ ആഗ്രഹം തീരും വരെ അവരെ തല്ലി. അതിനുശേഷം പറയും, നിങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും ഈ കുട്ടേട്ടൻ കൂടെയുണ്ടെന്ന്. പക്ഷേ അതൊന്നും അജുവിന് അത്ര സഹിച്ചില്ല. ഹോസ്റ്റലിലെത്തിയപ്പോഴും നടന്ന സംഭവമെല്ലാം ശാന്തൻ കൂട്ടുകാരോട് തുറന്നു പറയുമ്പോഴും അജുവിന്റെ മനസ്സിൽ അവരോട് പ്രതികാരമാണ്. എങ്ങനെയും അവരെ തല്ലണമെന്ന വാശിയായി അജുവിന്. അതുപോലെ തന്നെ ബിബിനും നല്ല വാശിയായി. അതും എല്ലാവരുടെയും മുന്നിലിട്ട് തല്ലണം. പക്ഷേ എങ്ങനെയെന്ന ചോദ്യത്തിന് ഏതെങ്കിലും ലോക്കൽ ഗുണ്ടകളുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് വേണമെന്ന് അജു പറയും. അങ്ങനെ അവർ അവിടെയുള്ള ബാറുകളിലെല്ലാം പോയി ഗുണ്ടകളുമായി കമ്പനിയാകുവാൻ തീരുമാനിക്കും. പക്ഷേ നടക്കില്ല. എല്ലാ ദിവസവും ഇത് തുടർന്നുകൊണ്ടിരുന്നു. ഒടുവിൽ അവർ കറങ്ങിത്തിരിഞ്ഞ് മയൂരി ബാറിലെത്തി. പേര് കേട്ട ഒരു ഗുണ്ടയുടെ ബാറാണ് മയൂരി ബാർ. ബാറിനുള്ളിൽ കയറി അവർ മദ്യപിച്ചുകൊണ്ടിരിക്കവേ അവിടെ ഉണ്ടായിരുന്ന ഗുണ്ടകളെയൊക്കെ അവർ ശ്രദ്ധിക്കും. പക്ഷേ എങ്ങനെ അവരുമായിട്ട് അടുക്കും? ഒരു വഴിയുമില്ലാതെ നിൽക്കുമ്പോൾ അവരെല്ലാവരും ബാത്റൂമിൽ പോകവേ അവിടെ വെച്ച് ഒരാളെ കാണുകയാണ്. എടാ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് അവരടുത്തേക്ക് വന്ന് മിണ്ടുകയാണ്. അയാളുടെ പേരാണ് രംഗൻ. അവർ പോയിരുന്ന് മറ്റു ഗുണ്ടകളെയൊക്കെ ശ്രദ്ധിക്കുമ്പോൾ എല്ലാവരും രംഗന് മുന്നിലേക്ക് വരികയാണ്. രംഗൻ വലിയ ആളാണെന്ന് അവർക്ക് മനസ്സിലായി. ഉടനെ അജു ബിബിനെ രംഗനടുത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് സിഗരറ്റ് വലിക്കാനായിട്ട് തീപ്പെട്ടിയുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് പോകുന്ന സമയത്ത് രംഗനാണെങ്കിലോ ബിബിനെ കണ്ടതും നമ്മൾ ബാത്റൂമിൽ വെച്ച് പരിചയമായതല്ലേ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും പരിചയമാകുന്നു. ഉടനെ തന്നെ മറ്റു 2 ഫ്രണ്ട്സിനെയും കൂടെ കൂട്ടുകയാണ്. അവരവരുടെ ആവശ്യം എന്തെന്ന് രംഗനോട് പറഞ്ഞിട്ടേയില്ല. അവരെല്ലാവരും നല്ല കമ്പനിയാവുകയാണ്. അടുത്ത ദിവസം കാണാമെന്ന് പറഞ്ഞ് രംഗൻ പിരിയും. അടുത്ത ദിവസവും അതുപോലെ അതേ സമയത്ത് തന്നെ രംഗൻ അവരെ കാത്തിരിക്കുകയാണ്. അവരും അവിടെ എത്തുന്നു. രംഗ ഒന്ന് ശബ്ദിച്ചാൽ പോലും അവൻ അടുത്തേക്ക് വരാൻ ഒരുപാട് ഗുണ്ടകളുണ്ടായിരുന്നു. രംഗ അത്ര പവർഫുൾ ആണെന്ന കാര്യം ബിബിക്കും ടീമിനും മനസ്സിലായി. എല്ലാ ദിവസവും രാത്രി ഇതുപോലെ തന്നെ ബിബിയും ടീമും രംഗനോടൊപ്പം വരികയാണ്. മദ്യപാനവും ഡാൻസും ഒക്കെയായി അങ്ങനെ ആഘോഷത്തോടെ ജീവിതം മുന്നോട്ട് പോവുകയാണ്. രംഗ അവന്റെ വലങ്കൈയായ അംബാനെ അവർക്ക് പരിചയപ്പെടുത്തും. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകും തോറും എന്നും രാത്രി ബാറിലാണ് അവരുടെ ആഘോഷമായതിനാൽ ഉറക്കമൊന്നും കിട്ടാത്തതിനാൽ ബിബിയും ടീമും കോളേജിൽ കിടന്നാണ് ഉറങ്ങുന്നത് പോലും. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ അംബാനോട് ശാന്തനാണെങ്കിലോ രംഗണ്ണൻ എങ്ങനെ ഈ ലെവലിലായത് എന്ന് ചോദിക്കുമ്പോൾ അത് കേൾക്കുന്ന രംഗനാണെങ്കിലോ ജ്യൂസ് ഷോപ്പിന്റെ കഥ പറയാനായി പറയും. അങ്ങനെ അംബാനാണെങ്കിൽ ഒരു കഥ പറയുകയാണ്. പണ്ട് രംഗനാണെങ്കിലോ ഒരു ജ്യൂസ് ഷോപ്പിൽ ജോലി ചെയ്യുകയായിരുന്നു. രംഗനാണെങ്കിൽ തന്റെ സ്വന്തം സഹോദരനെ പോലെ കണ്ടിരുന്ന ഒരാളുടെ കടയിലാണ് നിന്നിരുന്നതും. രംഗൻ കോളേജിൽ പോയി പഠിക്കുവാനൊക്കെ കരുതി വെച്ചിരുന്ന കാശ് സഹോദരനെ പോലെ കാണുന്ന അയാളാണെങ്കിലോ എടുത്ത് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു. അത് പൊട്ടിയതോടുകൂടി കയ്യിലുള്ള കാശും പോയി, അയാളും മുങ്ങി. എന്നാൽ രംഗന്റെ ഭാഗ്യത്തിന് ഷെയർ ആണെങ്കിലോ ഇൻവെസ്റ്റ് ചെയ്തതിലും ഇരട്ടിയായി രംഗന്റെ കയ്യിൽ വന്നു എന്ന് പറയും. അങ്ങനെയാണ് അണ്ണൻ ഈ ലെവലിലായതെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന ബിബിയും ശാന്തനുമൊക്കെ ചോദിക്കും, ആക്ഷൻ സീൻ ഒന്നും ഇല്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് അംബാൻ അടുത്തൊരു കഥ പറയുന്നത്.
ഇതുപോലെ തന്നെ ജോലി ചെയ്തുകൊണ്ട് നിൽക്കവേ അവരുടെ ജ്യൂസ് ഷോപ്പിലേക്ക് റെഡ്ഡി എന്ന ആളുടെ ഗുണ്ടകൾ എത്തുകയാണ്. അവരവിടെ വെച്ച് മറ്റൊരു ഗ്യാങ്ങുമായി തർക്കത്തിന് പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ രംഗ അവിടെ എത്തിയിട്ട് എന്ത് സംഭവിക്കുന്നെങ്കിലും കടയ്ക്ക് പുറത്ത് വെച്ചെന്ന് പറയും. എന്നാൽ റെഡ്ഡിക്കും ഗ്യാങ്ങിനും അത് ഇഷ്ടമായില്ല. റെഡ്ഡിയുടെ ആളുകളെയൊക്കെ രംഗൻ അടിച്ച് തെറിപ്പിക്കുകയാണ്. അത് കാണുന്ന റെഡ്ഡിയാണെങ്കിലോ ഇവനെ അവരുടെ ഗ്യാങ്ങിൽ ചേർക്കുവാനായി തീരുമാനിക്കും. അതോടുകൂടി രംഗയാണെങ്കിലോ റെഡ്ഡിയുടെ ഗ്യാങ്ങിലായി. റെഡ്ഡി എന്ത് പറഞ്ഞാലും അതനുസരിക്കുന്ന ഒരു പാവ പോലെയായി രംഗൻ. റെഡ്ഡി ആരെ ചൂണ്ടിക്കാണിക്കുന്നോ അവരെയൊക്കെ രംഗ കൊല്ലുവാനായും തുടങ്ങി. ഈ കഥകളെല്ലാം കേട്ട ബിബിയൊക്കെ ചോദിക്കും, അന്ന് നാട് വിട്ടുപോയ ചേട്ടന്റെ കാര്യം എന്തായി എന്ന് ചോദിക്കുമ്പോൾ രംഗയ്ക്ക് ഒരുപാട് കാശ് വന്നതിന് ശേഷം അതൊക്കെ കൈക്കലാക്കാൻ നോക്കിയ ആ ചേട്ടനെ രംഗ കൊന്നു. ആ രക്തം ഭിത്തിയിൽ തെറിച്ചപ്പോൾ അത് ചുവന്ന പെയിന്റ് അടിച്ച് മറച്ചെന്നും അമ്പാൻ പറയുകയാണ്. അതെല്ലാം കേൾക്കുന്ന അജുവിനും ബിബിക്കും ശാന്തനുമൊക്കെ ഒരുപാട് പേടിയാകുവാനായും തുടങ്ങി. മാത്രവുമല്ല അമ്പാനാണെങ്കിലോ തൻ്റെ മുതുകത്തുള്ള വെട്ടുകളുടെ എണ്ണം ചോദിക്കുകയാണ്. അപ്പോൾ അവരതെണ്ണി പറയും. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിൽ രംഗയ്ക്ക് സിനിമ പേര് അഭിനയിക്കുന്ന കളി ഒരുപാട് ഇഷ്ടമാണ്. അതിൽ രംഗ പറയുന്ന സിനിമ ആരെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അവരെ അപ്പോഴേ വെട്ടും. അങ്ങനെ കിട്ടിയ വെട്ടുകളാണതെന്ന് അമ്പാൻ പറയുകയാണ്. അതെല്ലാം കേട്ട് അവർ 3 പേരും ഷോക്കായി പോകും. അന്ന് രാത്രി ബന്ധിപ്പിച്ച് ബോധം പോയ പിള്ളേരെയും കൊണ്ട് രംഗയും ടീമും ഹോസ്റ്റലിലെത്തുമ്പോൾ അവരെ ഹോസ്റ്റലിൽ കയറ്റാനാകില്ലെന്ന് പറയും. അങ്ങനെ രംഗയാണെങ്കിലോ നേരെ അവരെ ഹോസ്റ്റലിൽ നിന്നും അവന്റെ ഒഴിഞ്ഞ വീട്ടിലേക്ക് കൊണ്ടുവന്നു. രാവിലെ ഉറക്കമുണർന്ന പിള്ളേര് പുതിയൊരു വീട്ടിലാണ്. അപ്പോൾ രംഗ ഫോൺ വിളിച്ചിട്ട് ഫ്രിഡ്ജ് തുറന്നു നോക്കാനൊക്കെ പറയുമ്പോൾ അതിൽ നിറച്ച് മദ്യവും ബിയറും ഒക്കെയായിരുന്നു. പിന്നെ അവർക്ക് വലിക്കാനുള്ള സിഗരറ്റും എല്ലാ സംവിധാനങ്ങളും അവിടെയുണ്ട്. മാത്രവുമല്ല അവർക്കൊരു ബുള്ളറ്റും കൊടുത്തിട്ടുണ്ട്. ഈ ബുള്ളറ്റും കൊണ്ട് അവർ കോളേജിൽ നല്ല ചെത്തി വരികയാണ്. എന്നാൽ അവിടെ എത്തുന്ന കുട്ടിയാണെങ്കിലും ആ ബുള്ളറ്റ് കൈക്കലാക്കി കൊണ്ടുപോകും. പിറകെ ചെന്നപ്പോൾ പറയുന്നത് എന്തെന്നാൽ, നിങ്ങൾ ജൂനിയേഴ്സ് അല്ലേ, സീനിയേഴ്സിന് ഇവിടെ ബുള്ളറ്റ് ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്, അവർക്കൊക്കെ ഇത് കാണുമ്പോൾ സങ്കടം വരില്ലേ, അപ്പോൾ നിങ്ങൾക്ക് ബുള്ളറ്റിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് കീ കൊടുത്തിട്ട് പോകും. അത് കാണുന്ന ബിബിയും ശാന്തനുമൊക്കെ പറയും, ഇതെന്തായാലും രംഗണ്ണനോട് പറയണം, ഇവന്മാർക്ക് 2 കൊടുക്കണമെന്ന് പറയുമ്പോൾ അജി പറയും, അതിന് സമയമായിട്ടില്ല, സമയം വരുമ്പോൾ നമുക്ക് പറയാമെന്ന് പറയും. അന്ന് രാത്രി അവരതുപോലെ മയൂരി ബാറിലെത്തുകയാണ്. അപ്പോൾ ബിബി നടന്നു പോകുമ്പോൾ മറ്റൊരാളെ അറിയാതെ തട്ടുന്നു. സോറി പറയുമ്പോഴും അയാളാണെങ്കിലോ ബിബിയോട് ദേഷ്യപ്പെടാൻ വരുമ്പോൾ അത് കാണുന്ന രംഗയാണെങ്കിലോ ഒരു ബിയർ ബോട്ടിലെടുത്ത് അവന്റെ തലയിലേക്ക് എറിയുന്നു. അത് കാണുന്ന അജുവിനാണെങ്കിലോ ഇതാണ് കറക്റ്റ് സമയമെന്ന് മനസ്സിലാകും. അങ്ങനെ അവർ കാഷ്വലായിട്ട് സംസാരിച്ചിരിക്കവേ, അന്ന് രംഗണ്ണനുമായിട്ട് കമ്പനി ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഞങ്ങളെ സീനിയേഴ്സ് അടിക്കില്ലായിരുന്നു, ഞങ്ങളെ ഒരുപാട് അടിച്ചു എന്നൊക്കെ പറയുന്നത് കേൾക്കുന്ന രംഗന് ഒരിക്കലും അത് സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ രംഗനാണെങ്കിൽ ഇപ്പോൾ തന്നെ അവന്മാരെ തല്ലണമെന്ന് പോകാൻ ഇറങ്ങുമ്പോഴോ ബിബി പറയും, വേണ്ട, ഇപ്പോൾ വേണ്ട, എല്ലാവരുടെയും മുന്നിലിട്ട് അവന്മാരെ തല്ലണമെന്ന് പറയും. അങ്ങനെ അടുത്ത ദിവസം കോളേജിൽ ഹോളി ആഘോഷം നടക്കുകയാണ്. അവിടേക്ക് രംഗനും ടീമും എത്തുകയാണ്. കുറച്ചു പേർ മാത്രമേ ഉള്ളൂ, എന്താ ബാക്കിയുള്ളവരെ കൊണ്ടുവരാത്തെ എന്ന് ചോദിക്കുമ്പോൾ എന്തായാലും നീ നിന്റെ സീനിയറിനെ വിളിക്കാനായി പറയും. അങ്ങനെ ബിബി ആണെങ്കിലോ സീനിയറായ കുട്ടിയെ ഫോൺ വിളിക്കുകയാണ്. എന്നിട്ട് അവനെ ഒരുപാട് കളിയാക്കിയ പോലെയൊക്കെ സംസാരിക്കും. തൻ്റെ ഗ്യാങ്ങുമായി എത്തിയ കുട്ടിയാണെങ്കിലോ ബിബിയെ അടിക്കുകയാണ്. അത് കണ്ട രംഗൻ ദേഷ്യം വന്ന് അടിക്കുവാനായി ചാടി വീഴും. പക്ഷേ എല്ലാവരും വിചാരിക്കും രംഗൻ അടിക്കുമെന്ന്. പക്ഷേ രംഗനല്ല അടിക്കുന്നത്, രംഗൻ്റെ കൂട്ടാളികളാണ്. കൂടെ 2 നോർത്ത് ഇന്ത്യൻസുമുണ്ട്. എല്ലാവരും ചേർന്ന് ഒരുപാട് അവരെ അടിക്കുന്നു. മാത്രമല്ല വയസ്സായ അവരുടെ ഡ്രൈവർ കൂടി ചേരുകയാണ്. അങ്ങനെ എല്ലാവരെയും അടിച്ച് ഒടുവിൽ കുട്ടിയെ അവരുടെ കാൽ കീഴിൽ കൊണ്ടുവന്നിടും. എന്നിട്ട് പറയും, ഇവർ 3 പേരും എൻ്റെ പിള്ളേരാണ്, ഇവരെ തൊട്ടാൽ നിങ്ങൾ വിവരമറിയും എന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ട് പോകുന്നു. അടുത്ത ദിവസം മുതൽ ബിബിയും ഗ്യാങ്ങും ഒക്കെ കോളേജിലെത്തുമ്പോൾ എല്ലാവരും റെസ്പെക്റ്റോടെയാണ് അവരെ നോക്കുന്നത് പോലും. അങ്ങനെ അവർ വലിയ ഗ്യാങ്സ്റ്ററായി മാറിയ കോളേജിൽ തന്നെ. പക്ഷെ അടി നടക്കുമ്പോൾ രംഗൻ എന്താണ് ആരെയും അടിക്കാത്തത് എന്നുള്ള സംശയം കാരണം ഇതുവരെ കേട്ട കഥകളെല്ലാം കള്ളമായിരിക്കുമോ എന്നുള്ള ഡൗട്ടൊക്കെ അവർക്ക് വരുന്നു. അടിക്കാത്തതിൻ്റെ കാരണം എന്തെന്ന് അമ്പാൻ പറയുന്നത് എന്തെന്നാൽ, രംഗയുടെ അമ്മയ്ക്ക് രംഗ വലിയ ഗുണ്ടയായി പോകുമോ എന്ന പേടിയുണ്ടായിരുന്നു, അതുകൊണ്ട് ഇതൊക്കെ നിർത്തണമെന്ന് പറഞ്ഞു. പക്ഷേ രംഗ കേട്ടില്ല. അങ്ങനെ അമ്മ രംഗയെ ഉപേക്ഷിച്ചു പോയി. അവസാനം അതെല്ലാം നിർത്തി അമ്മയുടെ അടുത്തേക്ക് പോകാമെന്ന് കരുതിയപ്പോഴോ അമ്മ മരിച്ചുപോയ അമ്മയെ കൊണ്ട് സത്യമിട്ടു ഇനി ആരെയും തല്ലില്ലെന്ന്. അതിനുശേഷം ഇതുപോലുള്ള തല്ല് കേസുകളൊക്കെ വരുമ്പോൾ ബാക്കിയുള്ളവരെ കൊണ്ടാണ് അത് ചെയ്യിക്കുന്നതെന്നും അമ്പാൻ പറഞ്ഞു. അങ്ങനെ അവരുടെ എക്സാം ഒക്കെ കഴിഞ്ഞു. പക്ഷേ നന്നായി പഠിക്കാത്തതിനാൽ അവർക്ക് നന്നായി എക്സാം എഴുതാനും പറ്റിയില്ല. അങ്ങനെ ഒരിക്കൽ രംഗനും ഗ്യാങ്ങും ഒരു പാർട്ടി നടത്തുകയായിരുന്നു. ആ പാർട്ടിയിൽ പങ്കെടുത്ത് അജുവും ശാന്തനും ബിബിയും ഒക്കെ മദ്യപിച്ച് ഉറങ്ങിപ്പോയി. അങ്ങനെ ബിബിയുടെ ഫോൺ റിങ് ചെയ്യുകയാണ്. അവന്റെ അമ്മയാണ് ഫോൺ വിളിക്കുന്നത്. പക്ഷേ കോൾ എടുത്തത് രംഗയായിരുന്നു. രംഗയോട് സംസാരിക്കുമ്പോൾ ബിബിമോനല്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ല, ഞാൻ രംഗയാണെന്ന് പറയും. ഓ, രംഗയാണോ, ബിബിമോൻ പറഞ്ഞിട്ടുണ്ട്. എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ചേട്ടനാണ് എന്നാണ് പറഞ്ഞതെന്ന് പറയും. അത് കേൾക്കുന്ന രംഗയ്ക്ക് ഒരുപാട് സന്തോഷമാകും.
രംഗമോൻ ഹാപ്പിയല്ലേ എന്ന് അമ്മ ചോദിക്കുമ്പോൾ അത് കേട്ട രംഗയ്ക്ക് സങ്കടമാകും. കാരണം അവന്റെ മരിച്ചുപോയ അമ്മയെ ഓർമ്മ വന്നു. ബിബിമോൻ ഹാപ്പിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ബിബി ഹാപ്പിയാണ്, ഇനി മുതൽ അങ്ങോട്ട് എന്നും അവൻ ഹാപ്പി ആയിരിക്കുമെന്ന് പറയും. എന്നാൽ മറ്റൊരു വശത്ത് കോളേജിൽ പുതിയ പ്രിൻസിപ്പാൾ വരികയാണ്. എങ്ങനെയും അജുവിനും ശാന്തനും ബിബിക്കുമൊക്കെ കോളേജിലെത്തണം. പക്ഷെ അവരുടെ ഡ്രസ്സ് ഒന്നും കൊള്ളത്തില്ല. അതുകൊണ്ട് രംഗൻ എന്ത് ചെയ്യും? രംഗന്റെയും അമ്പാന്റെയും ഒക്കെ ഡ്രസ്സ് ഊരി അവർക്ക് നൽകും. അങ്ങനെ അവർ നേരെ കോളേജിലെത്തും. കോളേജിലെത്തുമ്പോൾ പ്രിൻസിപ്പാൾ അവരെ വിളിപ്പിക്കുകയാണ്. എന്നിട്ട് അവർ എക്സാമിന് തോറ്റുപോയ കാര്യം പറയും. അവരുടെ എല്ലാവരുടെയും പാരൻസിന്റെ നമ്പർ വാങ്ങിയിട്ട് അവരെ വിളിച്ചിട്ട് ഇവരെക്കുറിച്ചുള്ള കുറ്റങ്ങളെല്ലാം പറയും. പക്ഷേ ഇംഗ്ലീഷിലാണ് പറഞ്ഞത്. അതുകൊണ്ട് അവരുടെ പാരൻസിനൊന്നും മനസ്സിലായതേയില്ല. രംഗനുമായിട്ടുള്ള കൂട്ടിന്റെ കാര്യമൊക്കെ പ്രിൻസിപ്പാൾ അറിഞ്ഞു. എന്നാൽ പ്രിൻസിപ്പാൾ ആണെങ്കിലോ അവർക്ക് ഒരു അവസരം കൂടി നൽകും. ഈ ഒരു കൂട്ടുകെട്ടെല്ലാം ഉപേക്ഷിച്ച് ഒരു റീടെസ്റ്റ് നടക്കുന്നുണ്ട്, അത് പാസ്സായില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വിളിച്ച് ഞാൻ മലയാളത്തിൽ പറയുമെന്ന് പ്രിൻസിപ്പാൾ പറയുന്നു. അങ്ങനെ അവരെല്ലാവരും പഠിക്കുവാനായി തീരുമാനിക്കും. എന്നാൽ രംഗയാണെങ്കിലോ അവരെയും കൊണ്ട് എന്നും രാത്രി ബാറിലും അടുത്ത കൊട്ടേഷനൊക്കെയുള്ള സ്ഥലത്തേക്കൊക്കെ കൊണ്ടുപോവുകയാണ്. ഒരിക്കൽ രാത്രി അവർ പഠിക്കുവാനായി തീരുമാനിച്ചിരിക്കുന്ന സമയമായിരുന്നു. അന്ന് രംഗ ഒരു ബിസിനസ് ഡീൽ സംസാരിക്കുവാനായി അവരെയും കൊണ്ടുപോകും. പോയി എല്ലാം കഴിഞ്ഞു വരുന്ന സമയത്ത് രംഗയുടെ ശത്രുക്കൾ അവിടെ എത്തുകയാണ്. വലിയൊരു ഫൈറ്റ് തന്നെ നടക്കും. ആ ഫൈറ്റിൽ നിന്ന് രക്ഷപ്പെട്ട് രംഗ പോകുമ്പോൾ ആ രണ്ട് നോർത്ത് ഇന്ത്യൻസിൽ ഒരാൾ അവരുടെ കയ്യിൽ പെട്ടുപോവുകയാണ്. കൂടെയുള്ളവന് വല്ലാത്ത സങ്കടം. അത് രംഗയ്ക്ക് മനസ്സിലായി. അവനാണെങ്കിലോ പകുതി വഴിയിൽ വണ്ടിയിൽ നിന്ന് ചാടി തന്റെ കൂട്ടുകാരനെ രക്ഷിക്കാനായി പോകും. രംഗയാണെങ്കിലോ അവരെ വിട്ടുകളയുമോ? ഇല്ല, പിറകെ വണ്ടി ഓടിച്ചു തന്നെ രണ്ടുപേരെയും രക്ഷിച്ചു പോവുകയാണ്. അടുത്ത ദിവസം ബിബിയും ശാന്തനും അജുവും ഒക്കെ നമുക്ക് രംഗൻ ചേട്ടനോട് പഠിക്കാനുള്ള കാര്യം തുറന്നു പറയാം, എല്ലാ കാര്യവും പറഞ്ഞാൽ മനസ്സിലാകുന്ന ആളല്ലേ എന്ന് വിചാരിച്ച് വീട്ടിലോട്ടെത്തുമ്പോൾ അവിടെ രംഗന്റെ ബർത്ത്ഡേ പാർട്ടി നടക്കുകയാണ്. ഇന്നത്തെ ഒരു ദിവസം കൂടി ഇങ്ങനെ പോട്ടെ എന്ന് കരുതി അവർ ആ ബർത്ത്ഡേ ആഘോഷമാക്കും. അന്ന് രാത്രി ആഘോഷത്തിന്റെ സന്തോഷത്തിൽ രംഗനാണെങ്കിലോ അവൻ ഇഷ്ടപ്പെട്ട സിനിമാ പേര് അഭിനയിച്ച് കാണിക്കുന്ന കളി കളിക്കാമെന്ന് തീരുമാനിക്കും. ഓരോരുത്തരും അവരുടെ ടാസ്ക് നന്നായി കംപ്ലീറ്റ് ചെയ്യും. രംഗൻ വരുമ്പോൾ ചോട്ടാ മുംബൈയാണ് അഭിനയിക്കാൻ വന്നത്. പക്ഷേ രംഗൻ കാണിക്കുന്നത് ആർക്കും മനസ്സിലാകുന്നില്ല. ബിബിക്കാണ് ഉത്തരം പറയേണ്ട അവസരം വന്നത്. പക്ഷേ ബിബിക്ക് അതൊന്നും മനസ്സിലാകുന്നതേയില്ല. എന്നാൽ ബിബിക്കാണെങ്കിലോ അമ്പാന്റെ ശരീരത്തിലെ ആ വെട്ടൊക്കെ ഓർമ്മ വരും. അവൻ പേടിച്ച് വിറച്ചിരിക്കുന്ന സമയത്ത് മറ്റൊരു സ്ത്രീ അതിന്റെ ഉത്തരം വിളിച്ചു പറയുകയാണ്. അതോടെ അവൻ രക്ഷപ്പെട്ടു. ആ കാര്യം അമ്പാൻ പറഞ്ഞിട്ട് പോവുകയാണ്. ഇന്ന് നീ രക്ഷപ്പെട്ടു എന്നുള്ള കാര്യം പറഞ്ഞിട്ട് പോകുമ്പോൾ ബിബിക്ക് ദേഷ്യം വരും. ബിബി നേരെ അടുക്കളയിൽ ചെന്ന് ഒരു കത്തി എടുത്തുകൊണ്ടുവന്ന് ആ ഭിത്തിയിലുള്ള രക്തക്കറ സത്യമാണോ എന്ന് ചുരണ്ടു നോക്കുമ്പോഴോ അവിടെ വെള്ള കളർ പെയിന്റിനടിയിലായിട്ട് ചുവന്ന പെയിന്റ് ഉണ്ട്. അപ്പോൾ രക്തം തെറിച്ചതിൽ ചുവന്ന പെയിന്റ് അടിച്ചെന്ന് പറഞ്ഞത് സത്യമാണ്. മാത്രമല്ല അടുക്കളയിൽ ഒരു ഷീറ്റ് മൂടിയിരിക്കും. ആ ഷീറ്റ് മാറ്റി നോക്കിയപ്പോഴോ അവിടെ ആരോ അടക്കിയിരിക്കുന്നതാണ്. അതാരെന്നാൽ അവൻ ആ ചേട്ടനെ കൊന്ന് അടുക്കളയിലാണ് കുഴിച്ചു മൂടിയതും. അതെല്ലാം മനസ്സിലാക്കിയ ബിബിക്കും ശാന്തനും അജുവിനുമൊക്കെ പേടിയാകുവാനായും തുടങ്ങി. അങ്ങനെ പേടിച്ച അജുവും ശാന്തനും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നാട്ടിലേക്ക് പോകുവാനായി ഒരുങ്ങുകയാണ്. ഇനി പഠിത്തമേ വേണ്ട എന്നവർ തീരുമാനിക്കും. അപ്പോൾ ബിബി പറയും, നമ്മൾ എവിടെ പോയാലും രംഗണ്ണൻ നമ്മളെ പൊക്കും. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരാഴ്ച ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹോസ്റ്റലുണ്ട്, അവിടെ പോയി നിന്ന് നമുക്ക് നന്നായി പഠിക്കാമെന്ന്. അങ്ങനെ അവർ ഒരാഴ്ച ഫോണൊക്കെ ഓഫ് ചെയ്ത് വെച്ച് ഫ്രണ്ടിൻ്റെ ഹോസ്റ്റലിലേക്ക് പോകും. മറ്റൊരു വശത്ത് രംഗയാണെങ്കിലോ ബിബിയൊക്കെ അന്വേഷിച്ച് നടക്കുകയാണ്. അവരെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. അങ്ങനെ കോളേജിൽ ചെന്ന് വലിയ പ്രശ്നമുണ്ടാക്കും. സീനിയേഴ്സിനെയൊക്കെ എടുത്തിട്ട് തല്ലും. അക്കാര്യം ന്യൂസ് വഴി അറിയുകയാണ്. അതുവരെയും ബിബിയുടെയൊക്കെ ജീവിതം സന്തോഷമായി സമാധാനത്തോടെ പൊയ്ക്കൊണ്ടിരിക്കവേ ഈ ന്യൂസ് അറിഞ്ഞ ബിബിക്ക് ആകെ ടെൻഷനായി. അവൻ നേരെ പോയി ഫോൺ ഓണാക്കി നോക്കുകയാണ്. കാരണം അവൻ്റെ അമ്മ ടെൻഷനാകുമോ എന്ന ചിന്ത അവനുണ്ടായിരുന്നു. പക്ഷെ ഫോൺ ഓണാക്കിയതും രംഗയുടെ കോളാണ് വന്നത്. കോൾ എടുക്കുന്ന സമയത്ത് രംഗ വല്ലാത്ത ടെൻഷനോടെ, നിങ്ങൾ എവിടെയാണ്, നിങ്ങൾക്ക് എന്ത് പറ്റി, ആരാ നിങ്ങളെ കടത്തിക്കൊണ്ട് പോയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങളെ ആരും കടത്തിക്കൊണ്ട് പോയില്ല, നമുക്ക് ഇന്ന് വൈകിട്ട് നേരിൽ കാണാമെന്ന് പറയും. എന്നിട്ട് ഫോൺ ഓഫാക്കും. അതിനുശേഷം വൈകിട്ട് ബിബിയൊക്കെ ആ വീട്ടിലെത്തുകയാണ്. അവിടെ രംഗനുമെത്തും. രംഗനാണെങ്കിലോ ബിബിയെ അടിക്കാനൊക്കെ പോകുമ്പോൾ മടുത്തു, ഞങ്ങൾ നിങ്ങളോട് നടന്നാൽ നിങ്ങളെപ്പോലൊരു ഗുണ്ടയാകും, ഞങ്ങൾ പഠിക്കാനായിട്ടാണ് ഇവിടെ വന്നത്, ഞങ്ങളെ സീനിയേഴ്സ് തല്ലിയപ്പോൾ അവരെ തിരിച്ചു തല്ലാനായിട്ടാണ് നിങ്ങളുടെ കൂട്ടുപിടിച്ചത്, പക്ഷെ അത് ഇത്രയും കുരിശാകുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് ബിബി പറയുന്നത് രംഗന് സഹിക്കാനായില്ല. രംഗനാണെങ്കിലോ ഉടനെ തന്നെ അമ്പാനെ വിളിച്ചിട്ട് നമ്മുടെ കൂട്ടരെല്ലാം ഉടനെ തന്നെ ഇവിടെ എത്തണമെന്ന് പറയും. അങ്ങനെ ടെൻഷനായി നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ റെഡ്ഡിയുടെ ആളുകൾ അവിടെ എത്തുന്നു. എങ്ങനെയെന്നാൽ ഇടയ്ക്ക് റെഡ്ഡിയുടെ ആളുകളാണെങ്കിലോ അജുവിനെയും ശാന്തനെയും ബിബിയെയും അവരുടെ താവളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സീനിയേഴ്സും അവരോടൊപ്പം ഉണ്ടായിരുന്നു. റെഡ്ഡിയെ ഏർപ്പാടാക്കിയത് സീനിയേഴ്സാണ്. കാരണം ഇവർ രംഗനോടൊപ്പമാണെന്നുള്ളത് സീനിയേഴ്സ് റെഡ്ഡിയോട് പറഞ്ഞിരുന്നു. അങ്ങനെ റെഡ്ഡി വന്നിട്ട്, ഇവൻ എന്നെ കോപ്പിയടിച്ച എല്ലാം ചെയ്യുന്നത്, അവനെ എനിക്ക് കൊല്ലണം, നിങ്ങൾ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് വിസിറ്റിംഗ് കാർഡ് കൊടുക്കും. എന്നിട്ട് പറയും, അവൻ ആരോടും സ്നേഹമില്ല, എന്നോടും സ്നേഹമില്ല, നിങ്ങളോടും സ്നേഹമില്ല,
അവനവൻ്റെ ചേട്ടനെ പോലെ കാണുന്നവനെ കൊന്നവനാ, നിങ്ങൾക്കും അതാണ് ഗതിയെന്ന് പറയും. അതോടുകൂടി അവർക്ക് വല്ലാത്ത ടെൻഷൻ ആകുവാനായും തുടങ്ങി. അങ്ങനെയാണ് രംഗൻ തൻ്റെ കൂട്ടാളികളെയൊക്കെ അവിടേക്ക് വിളിച്ചു വരുത്തിയപ്പോൾ പേടിച്ച ബിബിയാണെങ്കിലും റെഡ്ഡിയെ വിളിച്ച് വിവരം പറഞ്ഞു. റെഡ്ഡിയുടെ ആളുകൾ അവിടെ എത്തുകയാണ്. റെഡ്ഡി അവിടെ വന്നുടനെ ബിബിക്കൊക്കെ നന്ദി പറയും. അത് കണ്ട രംഗന് സഹിക്കാനായില്ല. താൻ ചതിക്കപ്പെട്ടു എന്ന കാര്യം രംഗന് മനസ്സിലായി. ഓരോ ആൾക്കാരെയും രംഗനെ തല്ലാനായിട്ട് പറഞ്ഞു വിട്ടുകൊണ്ടേയിരുന്നു. എന്നാൽ ഇതുവരെയും തല്ലാതിരുന്ന രംഗൻ തന്റെ പഴയ സ്വഭാവം പുറത്തെടുത്തു. എല്ലാവരെയും അടിച്ചൊതുക്കി, റെഡ്ഡിയെയും കുത്തിക്കൊന്നു. അതേസമയം അംബാനും ടീമും അവിടെ എത്തുകയാണ്. ദേഷ്യം വന്ന രംഗനാണെങ്കിലോ അലറി വിളിച്ച് അകത്തേക്ക് ചെന്ന് കഥ കടയ്ക്കും. എന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയും, ഞാൻ ഒരുപാട് നാൾക്ക് ശേഷം മനസ്സ് തുറന്ന് സംസാരിച്ചത് നിങ്ങളോടാണ്. നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാകുമെന്ന് ഞാൻ കരുതി എന്നൊക്കെ പറയുന്നത് കേൾക്കുന്ന ശാന്തനാണെങ്കിലോ വല്ലാത്ത സങ്കടം. അവന്മാരവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു. അത് കേട്ടുകൊണ്ടിരുന്ന ശാന്തനാണെങ്കിലോ സങ്കടം വന്ന് എഴുന്നേറ്റ് സോറി രംഗൻ ചേട്ടാ എന്ന് പറയുമ്പോൾ ദേഷ്യം വന്ന രംഗൻ തൻ്റെ കയ്യിലിരുന്ന മഴു എടുത്തെറിയും. അവർ 3 പേരും പേടിച്ച് ഒരു റൂമിൽ കയറി കഥ കടയ്ക്കും. രംഗനാണെങ്കിലോ ആ കഥക് തല്ലി പൊളിക്കുവാനായി നോക്കുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് രംഗന്റെ കൂട്ടാളികളെല്ലാം പുറത്തുനിന്ന് അതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നല്ലോ. അവൻ കരഞ്ഞത് സഹിക്കാനാകാത്ത കൂട്ടാളികൾ അവന്മാരെ 3 പേരെയും കൊല്ലണമെന്ന് പുറത്തുനിന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. രംഗനാണെങ്കിൽ തന്റെ കയ്യിലിരുന്ന മഴു കൊണ്ട് കഥക് വെട്ടിപ്പൊളിക്കാൻ നോക്കവേ ബിബിയുടെ അമ്മയുടെ കോൾ വരും. ആ ഫോൺ എടുത്തത് രംഗനായിരുന്നു. അപ്പോൾ അമ്മ ചോദിക്കും, ബിബി മോൻ ഹാപ്പിയല്ലേ, രംഗൻ മോൻ ഹാപ്പിയല്ലേ? അതെല്ലാം കേൾക്കുന്ന രംഗന്റെ ദേഷ്യം അലിഞ്ഞില്ലാതായി പോവുകയാണ്. അങ്ങനെ രംഗൻ കഥക് തല്ലി തുറന്ന് അകത്ത് കയറുമ്പോൾ അവരെല്ലാവരും രംഗനോട് ക്ഷമ ചോദിക്കും. എന്നിട്ട് പറയും, ഞങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാ അങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ പറയുമ്പോൾ രംഗനാണെങ്കിലോ 2 പേരുടെ സോറി അക്സെപ്റ്റ് ചെയ്യും. അജുവിൻ്റെയും ശാന്തന്റെയും സോറി അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ ബിബിയുടേത് അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം ബിബിയെ സ്വന്തം സഹോദരനെ പോലെയാണ് രംഗൻ കണ്ടത്. അങ്ങനെ രംഗൻ തന്റെ ദേഷ്യമെല്ലാം അവസാനിപ്പിച്ച് നന്നായി പഠിക്ക് എന്നൊക്കെ പറഞ്ഞ് പുറത്തു വരുമ്പോൾ കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. ആ കണ്ണീരെല്ലാം മറയ്ക്കാനായിട്ട് ഡ്രൈവറാണെങ്കിൽ ഗ്ലാസ് എടുത്ത് കണ്ണിൽ വെച്ച് കൊടുക്കുന്നു. എന്നാൽ പോകാനിറങ്ങുന്ന സമയം ബിബിയുടെ ഫോൺ ഏൽപ്പിക്കാൻ വന്ന രംഗനാണെങ്കിലോ പരീക്ഷയ്ക്കെങ്ങാനും തോറ്റാൽ എന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോകുന്നത്. അങ്ങനെ അവരുടെ എക്സാമിന്റെ റിസൾട്ട് വീണ്ടും വരികയാണ്. ശാന്തൻ ഒഴിച്ച് ബാക്കി 2 പേരും തോറ്റു. ആ വിഷമത്തിൽ പുറത്തേക്ക് വരികയാണ്. ശാന്തന് സന്തോഷം, ബാക്കി 2 പേർക്കും സങ്കടം. അപ്പോൾ അവിടെ അതാ നിൽക്കുന്നു രംഗനും കൂട്ടരും. വെള്ള വേഷമൊക്കെ മാറ്റി ഇപ്പോൾ കറുപ്പാക്കിയിരിക്കുന്നു. അവന്മാരെ തല്ലട എന്ന് രംഗൻ പറയുകയാണ്. അത് കേൾക്കുന്ന ബിബിയും അജുവും ശാന്തനും ഓടുകയാണ്. അപ്പോൾ അംബാനും ടീമും ചൂരലുമായി പിറകെ ഓടുന്നു. കൂടെ രംഗനുമുണ്ട്. അതോടെ സിനിമ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.